സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. LDFന് അനുകൂലമായി വാർഡുകൾ പുനർനിർണയിച്ചുവെന്ന് UDFനാണ് പരാതി കൂടുതൽ. ചില പഞ്ചായത്തുകളിലെ അശാസ്ത്രീയമായ വിഭജനത്തിനെതിരെ CPM രംഗത്തെത്തിയിട്ടുണ്ട്. ചില പഞ്ചായത്ത് ഭരണസമിതികളും പരാതി നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ചട്ടപ്രകാരം ആക്ഷേപമുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ആദ്യം പരാതി നൽകേണ്ടത്. അവിടെ പരിഹാരമായില്ലെങ്കിൽ മാത്രമേ കോടതിയിൽ പോകാനാവൂ. പരാതി നൽകാൻ 1 മാസവും സമയമുണ്ട്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക ജില്ലാതലത്തിൽ പരിശോധിച്ചാൽ ആദ്യം തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന 3 വാർഡുകൾ വെട്ടിമാറ്റിയിരിക്കുകയാണ്. കോർപ്പറേഷനിൽ 10 അംഗങ്ങൾ മാത്രമുള്ള UDFന് ഇത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും. 34 അംഗങ്ങളുള്ള BJPയുടെ 2 വാർഡ് ഒഴിവാക്കി. CPM, CPI, INL എന്നിവയുടെ ഓരോ വാർഡ് വീതവും ഒഴിവാക്കിയിട്ടുണ്ട്. 3 സ്വതന്ത്രരടക്കം 56 അംഗങ്ങളാണ് LDF പക്ഷത്തുള്ളത്. ഒഴിവാക്കിയ 8 എണ്ണത്തിന് പകരം 9 പുതിയ വാർഡുകൾ രൂപീകരിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ചെങ്കൽ പഞ്ചായത്തിൽ 21 വാർഡുകളുടെയും അതിർത്തിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പരാതി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുമുണ്ട്. കൊല്ലം ജില്ലയിലെ തദ്ദേശ വാർഡ് പുനർനിർണയത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നുണ്ട്. CPM അനുകൂല വാർഡുകളാക്കാനാണ് വിഭജനത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് CPI ആരോപിക്കുന്നുണ്ട്. UDFും BJPയും ജയിച്ചു വന്ന വാർഡുകളുടെ വിഭജനത്തിലും ആക്ഷേപമുണ്ട്. പത്തനംതിട്ടയിൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മാനദണ്ഡങ്ങൾ ലംഘിച്ച UDF അനുകൂല വാർഡുകളെ LDFന് അനുകൂലമായ രീതിയിലാണ് അതിർത്തി നിർണയിച്ചതെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ LDF ഭരിക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്തിൽ 2 വാർഡുകൾ പുതുതായി കൂട്ടിച്ചേർത്ത് മാനദണ്ഡം പാലിക്കാതെയാണെന്ന് UDF ആരോപിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വാർഡുകൾ വിഭജിച്ചു എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. കോർപ്പറേഷനിലെ വാർഡ് പുനർനിർണയം അശാസ്ത്രീയമാണെന്ന് കാണിച്ചുകൊണ്ട് UDFും BJPയും ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി നൽകും. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയത് സ്വതന്ത്ര അംഗം തുടർച്ചയായി 3 വട്ടം ജയിച്ച 4ാം വാർഡ് വെട്ടിമുറിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായേക്കാവുന്ന പരാതികൾ ഒഴിവാക്കാൻ കൂടിയാണിതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പെരുവമ്പ് പഞ്ചായത്തിലെ ഒരു വാർഡിന്റെ 2 അതിർത്തികൾ തമ്മിൽ 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആനക്കര പഞ്ചായത്തിലെ വാർഡ് വിഭജനം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് UDF ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരടിൽ വീടുകളുടെ പൂർണ്ണമായ വിവരം ലഭ്യമായില്ലെന്ന് പാർട്ടികൾക്ക് പരാതിയുണ്ട്. ചില വാർഡുകളിൽ മറ്റുള്ളവയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജനസംഖ്യ വളരെ കൂടുതലാണെന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന്റെ കുത്തക തകർക്കാൻ നടത്തിയ വാർഡ് വിഭജനമാണ് ഇത്തവണത്തേതെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ നഗരമധ്യത്തിലെ വാർഡുകളിൽ UDF നിലനിർത്തിപ്പോരുന്ന ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് 5ലേറെ വാർഡുകളുടെ വിഭജനമെന്നും ആരോപണമുയരുന്നുണ്ട്. വയനാട് ജില്ലയിൽ വാർഡ് വിഭജനത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വവും അശാസ്ത്രീയതയും ആരോപിച്ചുകൊണ്ട് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി, എടവക, തിരുനെല്ലി, കവിഞ്ഞാൽ, വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ UDF നേതൃത്വം പരാതി നൽകും. UDF ഭരിക്കുന്ന നെന്മേനി, പൂതാടി പഞ്ചായത്തുകളിൽ LDFനാണ് പരാതിയുള്ളത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ വാർഡ് വിഭജനത്തിൽ പാകപ്പിഴകളുണ്ടെന്ന ആരോപണവുമുണ്ട്. വെസ്റ്റ് എളരി പഞ്ചായത്തിലെ വാർഡ് വിഭജനം CPM താൽപര്യത്തിന് അനുസരിച്ചാണെന്ന് UDFനും പരാതിയുണ്ട്. ഒഞ്ചിയത്ത് 2 വാർഡ് കൂടി. വടകര TP ചന്ദ്രശേഖരന്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒഞ്ചിയം പഞ്ചായത്തിൽ 2 വാർഡുകളാണ് ഇപ്പോൾ കൂടിയത്. നിലവിൽ 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 9 സീറ്റുമായി RMP നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഭരിക്കുന്നത്. ഇടതുമുന്നണിക്ക് 8 സീറ്റുകളാണ് ഉള്ളത്. ഊരുകൂട്ടങ്ങൾ വിഭജിക്കപ്പെട്ട് അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകൂട്ടങ്ങൾ 2 വാർഡുകളിലായിട്ടുണ്ട്. ഷോളയൂർ പഞ്ചായത്തിൽ വരങ്കമ്പാടി ഊരിന് മധ്യ കടന്നു പോകുന്ന കൂടുതൽ റോഡ് അതിരാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെട്ടാൽ ഈ ഊര് 2ആയി വിഭജിക്കപ്പെടും. ആദിവാസി സങ്കേതങ്ങളെ വിഭജിക്കാതെ ഒരു വാർഡിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. എന്നാൽ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടത് സർക്കാരിന്റെ നീക്കമായി തന്നെയാണ്. പക്ഷേ വാർഡ് വിഭജനം ഒരർത്ഥത്തിൽ വീണ്ടും ഇടത് സർക്കാരിനെ തന്നെ തിരിഞ്ഞുകൊത്താനുള്ള സാധ്യത ഏറെയാണ്. ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 ജില്ലകൾ UDFന് പ്രതികൂലമായി വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് UDFനെ സംബന്ധിച്ച് UDFന്റെ വോട്ട് ബാങ്കിനെ തന്നെ തകർക്കുന്ന നീക്കത്തിലേക്ക് ഈ വാർഡ് വിഭജനം നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്.